ഏവർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം. ഭാഷയുടെ സൗന്ദര്യം കൊണ്ടും പ്രയോഗങ്ങളിലെ വ്യത്യസ്തത കൊണ്ടും അതിമനോഹരമായ ഒരു പുസ്തകമാണ് രാമഴയുടെ തീരത്ത്. അഭിലാഷ് ഫ്രേസറിൻ്റെ രാമഴയുടെ തീരത്ത് എന്ന പുസ്തകമാണ് ഇന്ന് ബുക്ക് ഷെൽഫിലൂടെ നാം പരിചയപ്പെടുന്നത്. ഏകദേശം 100 പേജുകളാണ് ഈ പുസ്തകത്തിനുള്ളത്. അതിമനോഹരമായ ഭാഷയിൽ വ്യത്യസ്തങ്ങളായ പ്രമേയത്തിൽ മനോഹരമായി അഭിലാഷ് ഫ്രേസർ ഈ പുസ്തകം അവതരിപ്പിച്ചിട്ടുണ്ട്. പറയുന്ന കാര്യത്തിൽ ധ്വനി എന്ന ഒരു തലമുണ്ട്. ഏറ്റവും ഉദാത്തവും ഉത്കൃഷ്ടവുമായ തലം അതാണ്. അതുകൊണ്ട് തന്നെ ധ്വനികളുടെ ഒരു സമൃദ്ധിയാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ മനോഹാരിതയും അതുതന്നെയാണ്. ഒരു കവിത പോലെ മനോഹരമാണ് അഭിലാഷ് ഫ്രേസറിൻ്റെ ഭാഷ. അതുകൊണ്ട് തന്നെ ഇതിലെ 32 അധ്യായങ്ങൾ 32 കവിതകൾ പോലെ മനോഹരമാണ്. സുഗതകുമാരിയുടെ രാത്രിമഴയൊക്കെ നാം വായിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ രാമഴയുടെ തീരത്തും അതിമനോഹരമായ കവിതകളായി അല്ലെങ്കിൽ കവിത തുളുമ്പുന്ന ഭാഷയായി മാറുകയാണ്. നമ്മുടെ ജീവിതത്തോട് അത്രമാത്രം ചേർന്ന് നിൽക്കുന്ന ഭാഷ്യമാണ് അഭിലാഷ് ഫ്രേസറിൻ്റേത്. ഏതൊരു വായനക്കാരനും ഏറ്റവും ലളിതമായി വായിച്ചെടുക്കാവുന്ന കവിതാ ശൈലിയുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ. അതുകൊണ്ട് തന്നെ അത് മനോഹരമാകുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അത് നമുക്ക് വായിച്ചെടുക്കാം. ഏകാന്തരാവിൽ വിഭ്രമത്തിൻ്റെ സംഗീതം പോലെ, വിരഹത്തിൻ്റെ ഗസൽ പോലെ രാമഴ നിന്നു പെയ്തു. തനിച്ചായിരുന്നു ഞാൻ, ഒരു കൈ അകലത്തിലെവിടെയോ നീ. പക്ഷേ നമുക്കിടയിൽ രാമഴ കനത്തു പെയ്തുകൊണ്ടേയിരുന്നു. വിദൂരമായ പുലരിയുടെ അവ്യക്തമായ പ്രതീക്ഷകളായിരുന്നു ഹൃദയത്തിലെ മിന്നൽക്കൊടികൾ. ഓരോ മിന്നൽക്കൊടിയും ദൂതു പറഞ്ഞു, ഒരു പുലരിയുടെ ദൂരത്തിലെവിടെയോ നീയുണ്ടെന്ന്. ഇങ്ങനെ മനോഹരമായ ഭാഷ. ഈ ഭാഷയിലുടനീളം അദ്ദേഹം ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന നിരവധി അർത്ഥതലങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അത് നമ്മുടെ ദൈവസാന്നിധ്യമായാലും കുടുംബ ബന്ധങ്ങളായാലും ഈ പുതിയ തലമുറയുടെ ജീവിത സാഹചര്യങ്ങളായാലും പാരിസ്ഥിതിക പ്രശ്നങ്ങളായാലും എല്ലാം അതിമനോഹരമായി തന്നെ എഴുത്തുകാരൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയ ഒരു അധ്യായമാണ് ആംബുലൻസുകൾ എന്ന 3-ാമത്തെ അധ്യായം. നമ്മളെപ്പോഴും ആംബുലൻസുകളൊക്കെ കാണുന്നവരാണ്, അല്ലെങ്കിൽ ചിലരെങ്കിലും അതിൽ കയറിയിട്ടുള്ളവരാണ്. അപ്പോൾ എന്നെ ഈ അധ്യായം എന്നിൽ കൗതുകമുണർത്തി. എന്താണ് ഈ ആംബുലൻസുകൾ എന്ന അധ്യായം കൊണ്ട് ഇദ്ദേഹം ഉദ്ദേശിച്ചത്? അത് വളരെ മനോഹരമായിരുന്നു. ആംബുലൻസുകൾ ഓരോ മനുഷ്യൻ്റെയും സ്വകാര്യതയുടെ ബിംബമാണെന്ന് തോന്നാറുണ്ട്. നിരന്തരവും അസഹനീയവുമായ ചൂളം വിളിച്ചുകൊണ്ട് മറച്ചുപിടിക്കുന്ന തീവ്രമായ സ്വകാര്യ ദുഃഖങ്ങൾ. നമുക്ക് ചുറ്റുമുള്ള, നമുക്ക് മുന്നിലൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് ലോകങ്ങൾ, ജീവിതങ്ങൾ നമ്മളിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ സൂചകമാണ് ആംബുലൻസുകൾ. നമ്മുടെ സെൻസിറ്റിവിറ്റി വല്ലാതെ നഷ്ടപ്പെടുന്നു എന്നതിൻ്റെയും ഘടകം. ഇപ്രകാരം നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ഘടകങ്ങൾ, അത് നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതായാലും അതിൻ്റെ ആഴത്തിലുള്ള ഒരു എഴുത്ത് ഈ പുസ്തകത്തിലുടനീളം അഭിലാഷ് ഫ്രേസർ സൂക്ഷിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിലെ ഈ വലിയ ബിംബങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഈ വലിയ അർത്ഥതലങ്ങൾ, അത് എത്രമാത്രം ധ്യാന വിഷയമാണ് എന്ന് നമുക്കൊക്കെ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എഴുത്തുകാരൻ ഇവിടെ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം, അത് ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. പിന്നീട് കുഞ്ഞുങ്ങളെക്കുറിച്ച് ഇദ്ദേഹം പറയുന്ന ഒരു വാചകങ്ങളുണ്ട്. സ്വാർത്ഥമായ നമ്മുടെ വരണ്ട കാലത്തിൽ കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയുടെ പ്രകാശം നിറയട്ടെ. വിമുഖതയിൽ, വാർദ്ധക്യത്തിൻ്റെ മ്ലാനതയിൽ കുഞ്ഞുങ്ങളുടെ സാന്നിധ്യം സ്വാന്തനമാകട്ടെ. വൃദ്ധജനങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെ അകറ്റാതിരിക്കട്ടെ. അസ്തമയത്തിൻ്റെ ചക്രവാളങ്ങളിൽ സൂര്യോദയത്തിൻ്റെ കിരണങ്ങൾ പൊഴിക്കുന്നത് കുരുന്നു പുഞ്ചിരികളാണെന്ന്. ഇപ്രകാരം കുഞ്ഞുങ്ങളുടെ ജീവിതവും വാർദ്ധക്യവും തമ്മിൽ എപ്രകാരം ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്ന 6-ാമത്തെ അധ്യായം കുരുന്ന് സൂര്യോദയങ്ങൾ എന്ന പേരിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട ഒരു അധ്യായമാണിത്. കുരുന്ന് സൂര്യോദയങ്ങൾ. ജീവിതം ആസ്വാദ്യകരമാകണമെങ്കിൽ കുഞ്ഞുങ്ങൾ വേണ്ട, അല്ലെങ്കിൽ വൈകിമതി എന്ന് പഠിപ്പിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഈ അധ്യായം തുടങ്ങുന്നത്. പലപ്പോഴും കുഞ്ഞുങ്ങളെ മാറ്റിവെക്കുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട എന്ന് ശാഠ്യം പിടിക്കുന്ന ദമ്പതികളുള്ള ചില ഇടപെടലുകൾ, ഈ സാമൂഹിക ചുറ്റുപാടുകളിലാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്രകാരം ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ജീവിത സാഹചര്യത്തോട് എത്രമാത്രം ചേർന്ന് നിൽക്കുന്നതാണ് ഈ അധ്യായം എന്നത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അദ്ദേഹം പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ. അല്ലെങ്കിൽ അദ്ദേഹം പറയാതെ പറഞ്ഞു വയ്ക്കുന്നതും ഈ അർത്ഥതലങ്ങളാണ്. കുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ. അദ്ദേഹം പറയുകയാണ്, വൃദ്ധജനങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെ അകറ്റാതിരിക്കട്ടെ എന്ന്. കാരണം ഈ അധ്യായത്തിൻ്റെ തലക്കെട്ട് തന്നെ അതാണ്, കുരുന്നു സൂര്യോദയങ്ങൾ. ഇവരുടെ പുഞ്ചിരികളാണ് പലപ്പോഴും മാതാപിതാക്കളുടെ പ്രത്യാശയും സമാധാനവും സന്തോഷവുമെല്ലാം. ഇവരുടെ പുഞ്ചിരികളാണ് അവരുടെ ജീവിതത്തിന്, അല്ലെങ്കിൽ മങ്ങിത്തുടങ്ങിയ അവരുടെ ജീവിതത്തിന് ഉദയങ്ങൾ നൽകുന്നത്. ആ ഉദയങ്ങൾ അസ്തമിപ്പിക്കരുത് എന്നാണ് എഴുത്തുകാരൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്രകാരം ജീവിതത്തെയും അല്ലെങ്കിൽ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന നല്ല എഴുത്തുകളുടെ ഒരു സമാഹാരമാണ് രാമഴയുടെ തീരത്ത്. തുന്നിക്കെട്ടിയ തുണിത്തുണ്ടുകളുടെ ശേഖരമാണ് ജീവിതം. അതുകൊണ്ടാണ് അതിൽ പല വർണ്ണങ്ങൾ, പൊട്ടിയ ചില്ലുകഷ്ണങ്ങൾ ചേർത്ത് വെച്ചൊട്ടിച്ചത്. അങ്ങനെയാണതിന് മൊസൈക്കിൻ്റെ ചന്തം ലഭിച്ചത്. ഒരാൾ അവിടെ ഇരുന്ന് തുന്നിത്തരാനും കൂട്ടി ഒട്ടിക്കാനുമുള്ളതാണ് ജീവിതത്തിൻ്റെ സുഹൃതം. ഓരോ നിമിഷവും എന്നോട് നിനക്ക് ക്ഷമിക്കാനും എൻ്റെ ഇടർച്ചകൾ സഹിക്കുവാനും കഴിയുന്നു എന്നതാണ് സുഹൃതം, കൃപ. ദൈവവും ജീവിതവും എന്താണ് എന്ന് ഈ അക്ഷരങ്ങളിലുണ്ട്, അല്ലെങ്കിൽ ഈ വാചകങ്ങളിൽ അത് വ്യക്തമാണ്. നമ്മുടെ ജീവിതം എപ്രകാരം സുഹൃതമായി മാറണം, എവിടെയാണ് കൃപ ഒളിച്ചിരിക്കുന്നത് എന്ന് ഈ വാചകങ്ങളിൽ എഴുത്തുകാരൻ ഒളിച്ചു വച്ചിട്ടുണ്ട്. അത് വായിച്ചെടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏതൊരു വായനക്കാരൻ്റെയും ലക്ഷ്യം, അല്ലെങ്കിൽ അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. തുന്നിക്കെട്ടിയ തുണിത്തണ്ടുകളുടെ ശേഖരമാണ് ജീവിതം. അതുകൊണ്ടാണതിൽ പല വർണ്ണങ്ങൾ, പൊട്ടിയ ചില്ലുകഷ്ണങ്ങൾ ചേർത്ത് വെച്ചൊട്ടിച്ചത്. ജീവിതം പലതരത്തിലുള്ള വ്യത്യസ്തതകൾ കൊണ്ട്, നമ്മുടെ മതം, സംസ്കാരം, നമ്മുടെ സ്വഭാവം, മൂല്യങ്ങൾ, ഇങ്ങനെ ജീവിതം അതിൻ്റെ വ്യത്യസ്തത കൊണ്ട് പല വർണ്ണങ്ങളായി തീരുകയാണ്. പൊട്ടിയ കഷ്ണങ്ങൾ ഒട്ടിച്ചതുപോലെ ജീവിതം ഇങ്ങനെ വ്യത്യസ്തമാകുമ്പോൾ എപ്രകാരമാണ് നമ്മുടെ ബോധ്യങ്ങൾ, അല്ലെങ്കിൽ ചില മൂല്യങ്ങളോട്, ചില ചുറ്റുപാടുകളോട് എപ്രകാരമായിരിക്കണം നമ്മുടെ വ്യവസ്ഥിതി എന്ന് ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് സുഹൃതമാകാനും കൃപയാകാനും ഒക്കെ എപ്രകാരമാണ് നമ്മുടെ ജീവിതം നാം സാധ്യമാക്കേണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് ഈ അധ്യായത്തിലൂടെ സാധിക്കും. അത് ചിന്തിക്കാനും സാധിക്കുന്ന വിധത്തിൽ മനോഹരമാണ് ഈ രാമഴയുടെ തീരത്ത് എന്നുള്ള പുസ്തകം. പിന്നീട് ഒരു ദിവസത്തെ ജീവിതം തന്നെ എടുക്കുക. മനസ്സുകൊണ്ട് എത്ര തവണ നമ്മൾ ഭൂതകാലത്തിലേക്ക് പോകുന്നു, എത്ര തവണ നിശ്ചലമാകുന്നു നമ്മുടെ ജീവിതം, എത്ര ഓർമ്മകളുടെ കാറ്റുകളിൽ മനസ്സ് പിന്നിലേക്ക് പറക്കുന്നു. ഓർമ്മകളെക്കുറിച്ചുള്ള വരികളാണ്. ഓർമ്മകൾ എപ്രകാരമാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതും ജീവിതത്തിൽ നാം ഓർത്തു വയ്ക്കുന്നതും എന്നും മറക്കാൻ സാധിക്കാതെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്നതുമായ നല്ല നല്ല സംഭവങ്ങൾ, അത് എന്തുമാത്രം ഇമ്പാക്റ്റാണ് നമ്മുടെ ജീവിതത്തിൽ തരുന്നത്, അല്ലെങ്കിൽ എന്തുമാത്രം ശക്തിയായിടെയാണ് അത് നമ്മുടെ ഇനി വരാൻ പോകുന്ന സാഹചര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് എന്നും അഭിലാഷ് ഫ്രേസർ ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ് തുടർന്നു പോവുക. മുൻ വൈരാഗ്യമുള്ള ഒരാളെ കാണുമ്പോൾ വെറുപ്പിൻ്റെ ഓർമ്മകളിൽ, വികാരത്തിൽ നമ്മുടെ മനസ്സ് നങ്കൂരമിടുന്നു, നിശ്ചലമാകുന്നു. ചിന്തകൾ അവിടെ കിടന്ന് വട്ടം കറങ്ങുന്നു. തീർച്ച, അപ്പോൾ ജീവിതം ഒരു പുഴയല്ലാതാകുന്നു. നിങ്ങൾക്ക് ചുറ്റും സമയസൂചിക കറങ്ങുമ്പോഴും നിങ്ങൾക്ക് മാനസികമായി മരവിച്ച ഒരു തടാകമായിരിക്കാം. ഇങ്ങനെ ജീവിതത്തിൻ്റെ പല മേഖലകളിലേക്ക്, അത് തിന്മകളുടെ സ്വാധീനത്തിലായാലും, അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച പഴയ അനുഭവങ്ങളായാലും, അത് എപ്രകാരമാണ് പ്രസൻറ്റിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്ന് അഭിലാഷ് നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. നിരവധി ഓർമ്മകളാൽ സമൃദ്ധമാണ് ഈ പുസ്തകം. നമുക്കെല്ലാവർക്കും മഴ ഒത്തിരി ഇഷ്ടമാണ്. മഴയുള്ള രാത്രികളിൽ എന്തുമാത്രം ചിന്തകളിലേക്കാണ് നമ്മുടെ ജീവിതം പോവുക, എന്തുമാത്രം ഓർമ്മകളിലേക്കാണ് ആ മഴ നമ്മെ കൊണ്ടുപോവുക. അങ്ങനെ ഈ രാമഴയുടെ തീരത്തും നിരവധി ഓർമ്മകളിലേക്ക് നമ്മുടെ മനസ്സുകളെ കൊണ്ടുപോകുന്നുണ്ട്. ആ ഓർമ്മകളുടെ ചില വരികൾ ഇപ്രകാരമാണ്. ഒരു ദിവസത്തെ ജീവിതം തന്നെ എടുക്കുക. മനസ്സുകൊണ്ട് എത്ര തവണ നമ്മൾ ഭൂതകാലത്തേക്ക് പോകുന്നു, എത്ര തവണ നിശ്ചലമാകുന്നു നമ്മുടെ മനസ്സ്, എത്ര ഓർമ്മകളുടെ കാറ്റിൽ മനസ്സ് പിന്നിലേക്ക് പറക്കുന്നു. മുൻവൈരാഗ്യമുള്ള ഒരാളെ കാണുമ്പോൾ വെറുപ്പിൻ്റെ ഓർമ്മകളിൽ, വികാരത്തിൽ നമ്മുടെ മനസ്സ് നങ്കൂരമിടുന്നു, നിശ്ചലമാകുന്നു. ചിന്തകൾ അവിടെ കിടന്ന് വട്ടം കറങ്ങുന്നു. തീർച്ച, അപ്പോൾ ജീവിതം ഒരു പുഴയല്ലാതാകുന്നു. നിങ്ങൾക്ക് ചുറ്റും സമയസൂചിക കറങ്ങുമ്പോഴും
നിങ്ങൾക്ക് മാനസികമായി മരവിച്ച ഒരു തടാകമായിരിക്കാം. ഇപ്രകാരം ഓർമ്മകളെ എപ്രകാരമാണ് നാം ഓർത്തെടുക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നല്ലതും ചീത്തയുമായ ഓർമ്മകളെ എങ്ങനെയാണ് ജീവിതത്തോട് നാം ചേർത്ത് വയ്ക്കുന്നത്? പലപ്പോഴും ഈ ഓർമ്മകളിൽ ജീവിക്കുന്നവരാണ് പലരും. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ നല്ല ഓർമ്മകളെ എങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൻ്റെ ഇന്നിൻ്റെ സാഹചര്യങ്ങളോട് ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്നത്? ഇന്നിൻ്റെ സാഹചര്യങ്ങളോട് ഈ നല്ല ഓർമ്മകൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് ആ കഴിഞ്ഞ ഓർമ്മകളിലെ നന്മകൾ ഇന്ന് നമുക്ക് മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ സാധിക്കുക. അത് അഭിലാഷ് ഫ്രേസർ മനോഹരമാക്കിയിട്ടുണ്ട് ഈ രാമഴയുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ. 9-ാം അധ്യായത്തിൻ്റെ ശീർഷകം തന്നെ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ദൈവമായിരുന്നെങ്കിൽ എന്ന് നമ്മൾ പലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ ദൈവമായിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്താനെ, അല്ലെങ്കിൽ ഞാൻ ദൈവമായിരുന്നെങ്കിൽ എനിക്ക് ഇത് ഞാൻ ചോദിച്ചാനെ. അങ്ങനെ പലപ്പോഴും ഈ ഒരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ നാം ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ ദൈവമായിരുന്നെങ്കിൽ. ദൈവമാകുക എന്നാൽ ഭരിക്കുക, വാഴുക എന്നൊക്കെയാണെന്ന് നാം തെറ്റിദ്ധരിക്കുകയാണ്. പലപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകളും ദൈവമെന്ന സാധ്യതയുമൊക്കെ അവൻ ഭരിക്കുന്നവനാണ്, അവൻ വാഴുന്നവനാണ് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ മനസ്സിലുണ്ട്. ഇത് തെറ്റാണ് എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. മറിച്ച് ദൈവം എന്താണ്, ആ സാധ്യത എന്താണ് എന്ന് ചുവടെ ഉള്ള വരികളിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ദൈവത്തെ പോലെയാകാൻ മനുഷ്യർ മത്സരിക്കുകയാണ്. കാരണം മനുഷ്യനോടുകയാണ് ഭരിക്കാൻ, മനുഷ്യനോടുകയാണ് വാഴാൻ. ഇപ്രകാരം മനുഷ്യൻ്റെ മത്സരത്തിൽ ദൈവമാരാണ്? അതും കൂടി അദ്ദേഹം ചേർക്കുകയാണ്. എന്നാൽ ക്രിസ്തു വന്നു ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം എന്നേ പുനർജീവിച്ചിരിക്കുന്നു. കാരുണ്യവും സഹാനുഭൂതിയുമാണ് ദൈവതേജസ് എന്ന് പുതിയ നിർവചനം. എന്താണ് ദൈവതേജസ്? അത് കാരുണ്യവും സഹാനുഭൂതിയുമാണ് എന്ന് എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് ക്രിസ്തു പറയുമ്പോൾ ചരാചരങ്ങൾക്കുമേൽ ഉണരേണ്ട ദൈവാംശത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം കാണുന്ന മിഴികളോടെ കാണാൻ, ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ഭാഷയുടെയും രാജ്യാതിർത്തിയുടെയും അതിരുകൾക്കപ്പുറത്തേക്ക് മിഴി തുറക്കാൻ. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മിഴികൾ തുറക്കാൻ സാധിക്കുന്നത്? അത് ദൈവം കാണുന്ന മിഴികളോടെയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല എന്നും കൂടി ഓർമ്മിപ്പിക്കുമ്പോൾ എപ്രകാരമുള്ള ഒരു തുറവിയുള്ള ഹൃദയത്തോടെ ആയിരിക്കണം നമ്മുടെ ജീവിതം നാം വെച്ചു പുലർത്തേണ്ടത്. ഇന്നിൻ്റെ ചുറ്റുപാടുകളിലേക്ക് നാം നോക്കുക. എവിടെയും വിവേചനങ്ങളുണ്ട്. വർണ്ണം, ജാതി, മതം, ഇങ്ങനെ വിവേചനങ്ങളുടെ നടുവിലൂടെയുള്ള ഓട്ടപ്രദക്ഷിണമാണ് നമുക്ക്. അങ്ങനെയുള്ളപ്പോൾ എന്താണ് സ്വാതന്ത്ര്യം? മനുഷ്യജീവിതത്തിൽ എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ കണിക നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്നത്? അതെന്താണെന്നും കൂടി അഭിലാഷ് ഫ്രേസർ തൻ്റെ 10-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്ത് ചേർത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വരികൾ, യഥാർത്ഥ സ്വാതന്ത്ര്യം ഉള്ളിലെ ചിറകാണ് എന്നാണ്. ഉള്ളിലെ ചിറകാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. മനസ്സിൽ മുറുകിയ അഹത്തിൻ്റെ പിടിവള്ളികളെല്ലാം അയഞ്ഞ് ലോകത്തിൻ്റെ നന്മ എന്ന പ്രകാശപൂർണമായ അവബോധത്തിൻ്റെ അവർണ്ണനീയമായ ലാഘവത്വമാണിത്. ഇപ്രകാരമുള്ള ഒന്ന് പരന്ന മനസ്സോടുകൂടി, തുറവയുള്ള മനസ്സോടുകൂടി എപ്രകാരമാണ് നമുക്ക് വീക്ഷിക്കാൻ സാധിക്കുന്നത്? ഞാൻ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ എനിക്കെതിരെ ഉയർന്നേക്കാവുന്ന ആക്രോശങ്ങളുടെ നേർക്കുള്ള ഭയമില്ലായ്മയാണത്. അതാണ് സ്വാതന്ത്ര്യം. ഞാൻ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ എനിക്കെതിരെ ഉയർന്നേക്കാവുന്ന ആക്രോശങ്ങളുടെ നേർക്കുള്ള ഭയമില്ലായ്മയാണ്. അതാണ് സ്വാതന്ത്ര്യം. പരമാവധി നിങ്ങൾക്കെന്നെ കൊല്ലാൻ കഴിയും, അതിൽ കൂടുതൽ എന്തു ചെയ്യാൻ എന്നു തണുത്തു ശാന്തമായ മനസ്സോടെ ചോദിക്കാൻ കഴിയുന്ന ലാഘവത്വമാണത്. വെറും മണ്ണിൽ അനന്തമായ ആകാശത്തിലെ നക്ഷത്രകോടികളെ നോക്കി കിടക്കുമ്പോഴുള്ള അനുഭവം പോലെ. എപ്രകാരമാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യത്തെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്നത്? അത് മുമ്പ് പറഞ്ഞ വരികളിൽ തന്നെ ഉൾച്ചേർന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മിഴികളിൽ നമുക്ക് മറ്റുള്ളവരെ നോക്കാൻ കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ കാഴ്ചകൾ അവൻ്റെ കണ്ണുകളായി നമ്മുടെ കണ്ണുകൾ മാറുമ്പോൾ, അവിടെ ജാതി, മതം, വർഗം എല്ലാം മാറി നിൽക്കുകയാണ്. അവിടെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാഴ്ചകൾ മാത്രമായി നമുക്ക് മാറാൻ സാധിക്കും. ഇപ്രകാരമുള്ള ഒരു പുതിയ ഔട്ട്ലുക്കിലേക്കാണ് അഭിലാഷ് ഫ്രേസർ ഈ രാമഴയുടെ തീരത്ത് എന്ന പുസ്തകത്തെ ചേർത്ത് വയ്ക്കുന്നത്. ഇതിൻ്റെ എല്ലാ ബിംബങ്ങളും, എല്ലാ പ്രയോഗങ്ങളും, ഭാഷയുമെല്ലാം അതിൽ തന്നെ ദൃഢമാണ്. അതിനെ ഏറ്റവും ആലങ്കാരികമായി അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. അത് വായനക്കാരന് എത്രയും മനോഹരമായി തന്നെ വായിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഒട്ടും ബോറടിക്കാതെ
നല്ല നല്ല എഴുത്തുകളിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ വിജയം.